शिक्षाएं हमें देता है। ആമേൻ. അങ്ങനെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നതായ വലിയൊരു ഭാഗമാണ് പ്രാർത്ഥനയുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് കർത്താവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. प्रार्थना के संबंधों में प्रभु यीशु मसीह हमें एक अच्छा शिक्षा देता है। ആമേൻ. നമുക്ക് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെ ഗിരിപ്രഭാഷണം എന്നാണ് നാം ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നത്. मत्ती सुसमाचार 5, 6, 7 प्रभु यीशु मसीह का पहाड़ी उपदेश के रूप में हम देखता है। ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. मसीह की जीवन किस प्रकार बिताना है उसी संबंधों में कई उपदेश इन तीनों अध्यायों में हम पाए जाते हैं। പല മഹാന്മാർക്കും ഇത് വളരെ സന്തോഷമാണ്, പക്ഷെ ചെയ്യുക എന്ന് പറയുന്നതാണ് വളരെ പ്രയാസമുള്ള ഒരു കാര്യമെന്ന് പറയും. इन उपदेशों को कई महान लोगों ने बहुत सम्मान दिया है, परंतु उसकी अनुकरण करना बड़ी मुश्किल की बात है। അവിടെ പറഞ്ഞിരിക്കുന്ന 6-ാം അധ്യായത്തിന്റെ സ്തോത്രം അതിന്റെ 5 മുതലുള്ളതായ വാക്യങ്ങളിൽ പഠിപ്പിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 6वां अध्याय का 5वां वाक्य से प्रभु यीशु मसीह ने प्रार्थना का संबंध शिक्षा देता है। അതിലാദ്യമായിട്ട് കർത്താവ് പഠിപ്പിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നാണ് ആദ്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. यीशु मसीह ने हम किस प्रकार प्रार्थना नहीं करना है वे शिक्षा दिया। ആമേൻ. അതിനുശേഷമാണ് കർത്താവ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. के बाद यीशु मसीह ने किस प्रकार प्रार्थना करना है हमें शिक्षा दिया। ആമേൻ. ലോകത്തെല്ലാവരും അവരവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. संसार के लोग अपने अपनी ईश्वर से प्रार्थना करते हैं। ആമേൻ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അവർ അതിനുവേണ്ടി വലിയ ചെലവുകൾ ചെയ്തുകൊണ്ടാണ് അവർ ദൈവസന്നിധിയിൽ പലപ്പോഴും അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരുന്നത്. संसार के लोग उसके लिए धन खर्चा करके वो अपने ईश्वर से प्रार्थना करते हैं। എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ യാതൊന്നുമില്ല. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിയാൽ മാത്രം മതി അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനായിട്ടിടയാണ്. हमें किसी प्रकार की धन खर्चा करने की जरूरत नहीं, कोई कर्मकांड करने की जरूरत नहीं। अपने दिल से हम अपने परमेश्वर के ईश्वर के पास जा सकते हैं। ആമേൻ. ആ കർത്താവ് നമ്മളെ ജീവനുള്ള ദൈവമാണ്. മറ്റുള്ളവരുടെയൊക്കെ ആമേൻ സ്തോത്രം വായുണ്ടെങ്കിലും അത് സംസാരിക്കത്തില്ല, കാലുണ്ടെങ്കിലും നടക്കത്തില്ല, കൈയുണ്ടെങ്കിലും അവൻ പ്രവർത്തിക്കത്തില്ല. ഒന്നും ചെയ്യാത്ത ആ ദൈവത്തിന്റെ അടുക്കൽ ചെന്നാണ് അവര് ഇപ്രകാരമൊക്കെ പ്രാർത്ഥിക്കുന്നത്. जो लोग जो आंख है पर देख नहीं सकता, जो चल नहीं सकता, पाँव है चल नहीं सकता, कान है सुन नहीं सकता, पैर है चल नहीं सकता, ऐसे ईश्वर के पास जाकर उपासना करते लोग। അവൻ അങ്ങനെയുള്ള ദൈവത്തിന്റെ അടുക്കൽ അവർ എത്രമാത്രം ഭക്തിയോടാണ് അവര് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീരും. फिर भी लोग कितना भक्ति के साथ उस ईश्वर से दुआ करते हैं। എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവം, മഹാപരിശുദ്ധനായ, പ്രവർത്തിക്കുവാൻ സർവശക്തനായ കഴിവുള്ളവനായ ദൈവത്തിന്റെ അടുക്കലാണ് നമ്മൾ കടന്നു എന്ന് പ്രാർത്ഥിക്കുന്നത്. हमारा परमेश्वर सर्वशक्तिमान है, वो अपने काम करने के लिए सामर्थ्य भी है। ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെ പ്രാർത്ഥന കേട്ട് അതിനനുസരിച്ചുള്ള മറുപടി തരുവാൻ കഴിവുള്ള സർവശക്തനാണ് നമ്മുടെ ദൈവം. हमारी प्रार्थना सुनकर उस विषय पर उत्तर देने के लिए सर्वशक्तिमान है हमारा परमेश्वर। നമ്മുടെ പ്രതിസന്ധി
പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നാം കഷ്ടതയുടെ മധ്യത്തിൽ തകർന്നു പോകുമ്പോൾ ദൈവമേ എന്നൊരു വിളി വിളിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്നവനാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവം. हमारी मुसीबत के घड़ी में जब हम पुकारते हैं, हमारे ईश्वर सुनकर हमें उत्तर देता है. ആമേൻ. ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. यहाँ प्रभु यीशु मसीह ने कहा, जब तू प्रार्थना करे तो कपटियों का समान न हो. ആമേൻ. അപ്പൊ ദൈവവചനം പഠിപ്പിക്കുന്നത് കപടഭക്തിക്കായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒരു പാപമാണെന്ന് കർത്താവ് വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. प्रभु यीशु मसीह हमें शिक्षा देते हैं, कपटियों के समान प्रार्थना करना पाप है. ആമേ, സ്തോത്രം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങേണ്ടതിന് ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണെന്ന് പലരെയും കാണിക്കുവാനുള്ള പ്രാർത്ഥനയാണ് കപടഭക്തിയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. कपटियों का प्रार्थना ये है, आराधनालयों में और सड़कों में मोड़ पर खड़े होकर प्रार्थना करना उनको अच्छा लगता है. ആമേ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാൻ, ഞാനൊരു പ്രാർത്ഥന മനുഷ്യനാണെന്ന് കാണിക്കുവാനുള്ള പ്രാർത്ഥന പലതും കപടത്തിന്റെ പ്രാർത്ഥന. प्रार्थना मनुष्य को दिखाने के लिए हम प्रार्थना करना, ये प्रार्थना कपटियों के समान है. അത് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പലപ്പോഴും ബഹുമാനം ലഭിക്കുവാനായിട്ടിടയായിത്തീരും. वो ऐसा करने से हो सकता है कई लोग आपकी आदर कर सकते हैं. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറയുക, അവർക്ക് ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടി, ഇനി പ്രാർത്ഥനയ്ക്കൊരു മറുപടി അവർക്ക് ലഭിക്കുവാനായിട്ടിടയായി തീരത്തില്ല. यहाँ यीशु मसीह कह रहे हैं, मैं तुमसे सच कहता हूं कि वे अपना प्रतिफल पा चुका है. അതുകൊണ്ട് ആമേൻ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുന്നത്, നിങ്ങൾ അറയിൽ കടന്ന് ആരും കാണാതെ രഹസ്യത്തിലുള്ള നമ്മുടെ പിതാവുമായിട്ട് വേണം നമ്മൾ പ്രാർത്ഥനയിൽ ദൈവമായിട്ട് ബന്ധപ്പെടുവാനായി. इसलिए प्रभु यीशु मसीह ने कहा, कोठरी में जाओ और द्वार बंद करके अपने पिता से जो गुप्त में है प्रार्थना करें. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്തെ പ്രാർത്ഥന രഹസ്യത്തിൽ കർത്താവുമായിട്ടുള്ള ഒരു അത്യന്തമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. आपकी प्रार्थना गुप्त में हो ताकि आपका व्यक्तिगत संबंध परमेश्वर के साथ में हो. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഒരുത്തനും തൊടുവാനായിട്ട് സാധ്യമാകുകയില്ല. प्रार्थना करने वाला एक व्यक्ति को कोई छू नहीं सकता. അമ്മേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ പിശാചിന് വളരെ പേടിയാണ്. प्रार्थना करना परमेश्वर की बेटा और बेटी से शैतान डरता है. ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ദൈവ സാന്നിധ്യം ഒരു വ്യക്തി യഥാർത്ഥമായിട്ട് അവന്റെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരും. प्रार्थना करने वाले एक व्यक्ति के जीवन में परमेश्वर की उपस्थिति को वो अच्छी तरह से महसूस करता है. അത് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ജാതികളെ പോലെ കർത്താവ് പറഞ്ഞു, ജൽപ്പനം ചെയ്യരുത്, പ്രാർത്ഥന ഒരിക്കലും ജൽപ്പനമാകരുതെന്ന് കർത്താവ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. प्रभु यीशु मसीह ने कहा, प्रार्थना करते समय अन्य जातियों का सम्मान बकबक ना करो. ആമേൻ. പലപ്പോഴും പല പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ പ്രതിഫലം കിട്ടും എന്ന് ധരിച്ച് അവർ പലപ്പോഴും പ്രാർത്ഥന ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. वो सोचते हैं प्रतिफल मिलते हैं बोलकर वो बकबक करना शुरू करता है. ആമേൻ. അതിനുവേണ്ടി അവർ പല കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വരുവാനിടയാകുന്നത്. वो कई प्रकार की जो दिखावटी करके वो जो प्रार्थना के लिए आता है. ഒരു പ്രാർത്ഥന 1000 വട്ടം അല്ലെങ്കിൽ 100 വട്ടം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രതിഫലം കിട്ടൂ എന്ന് അവർ വിശ്വസിക്കുന്നു.
उनका विश्वास ये कई बार हजारों बार प्रार्थना करो तभी प्रतिफल मिलेगा ऐसा सोचता है। നിന്റെ ഹൃദയത്തെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാവിലെ ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. मेरे प्यारो, आपके हृदय को अच्छी तरह से समझने वाला एक खुदा के चरणों में हम आ चुका है। നീ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നിന്റെ ഹൃദയത്തിലെ വിചാരം എന്താണെന്ന് അറിയുന്ന ഒരു സർവശക്തന്റെ പാദപീഠത്തിലാണ് ഇന്ന് രാവിലെ വന്നിരിക്കുന്നത്. आप प्रार्थना करने के पहले आपके दिल में क्या है वो जांचने वाला परमेश्वर की उपस्थिति में आप आए हैं। നീ ആരും അറിയാതെ ദൈവസന്നിധിയിൽ നിലവിളിച്ചതും ആരും അറിയാതെ നീ ഞെരുങ്ങിയതും ഒക്കെ കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇന്ന് രാവിലെ നാം മറന്നു പോകരുത്. आप कोई ना सुनते हुए, कोई ना देखते हुए आपका हृदय का टूटा हुआ उस प्रार्थना को, आपकी रोना को परमेश्वर सुनता है। തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെന്ന് നാം ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായിത്തീരാം. टूटा हुआ पिसा हुआ दिल को ना त्यागने वाला खुदा की उपस्थिति में आज सब बैठे हैं। നമ്മുടെ ജീവിതത്തിനകത്തെ ഹൃദയത്തിൽ ഒരു വേദന വരുമ്പോൾ അതുപോലെ ദൂരത്തു നിന്ന് അറിയുന്ന ഒരു സർവശക്തൻ നമ്മുടെ മധ്യത്തിലുള്ള, അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. जो आपके हृदय के अंदर की रोना को सुनकर आपके लिए उत्तर देने वाले प्रभु यीशु है। ആമേൻ. അതുകൊണ്ട് നിങ്ങൾ യാചിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയുന്ന ഒരു പിതാവ് നമുക്കുള്ളത് കൊണ്ട് ദൈവത്തിന് സകല മഹത്വം ഞാൻ അർപ്പിക്കുകയാണ്. ओ, क्योंकि तुम्हारा पिता तुम्हारा मांगने से पहले ही जानता है कि तुम्हारी क्या क्या आवश्यकता है। इसके लिए मैं प्रभु को धन्यवाद करते। പ്രാർത്ഥിക്കുന്ന ഒരുവന് മാത്രമേ എന്നിലൂടെയുള്ള ദൈവിക പദ്ധതി എന്താണെന്ന് അവന് തിരിച്ചറിയുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. प्रार्थना करने वाले एक व्यक्ति को ही परमेश्वर की योजना क्या है ये समझ सकते हैं। ആമേൻ. എന്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്ന് പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവ് തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. मैं किस प्रकार होना है, एक व्यक्ति के जीवन में परमेश्वर उन्हें परिचय करवाता है। ആമേൻ. ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവിക സാന്നിധ്യം നാം അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. परमेश्वर के साथ हमारा एक गहरी रिश्ता होंगे तभी परमेश्वर आपकी प्रार्थना को सुनता है। പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും 3 തരത്തിലുള്ള മറുപടി നമ്മുടെ ജീവിതത്തിൽ കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. प्रार्थना 3 प्रकार के रीति में आपको उत्तर मिलता है। ആമേൻ. ഒരുപക്ഷെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ ദൈവം അതിനൊരു മറുപടി ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും. आप प्रार्थना करने का उसी क्षण ही परमेश्वर आपको उत्तर देता है। ആമേൻ. യേശുവിന്റെ അടുക്കൽ വന്ന ചില പ്രിയപ്പെട്ടവരെ അപ്പോൾ തന്നെ ദൈവം അവർക്ക് വേണ്ടുന്ന വിഷയത്തിന്റെ മേൽ സൗഖ്യം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. यीशु मसीह के पास जब लोग आया, विनती किया, तुरंत यीशु ने उनको उत्तर दिया। ചില അടിയന്തരമായ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വരുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അതേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുവാനിടയായിത്തീരും. मेरे प्यारो, प्रार्थना करने का उस वक्त में ही परमेश्वर आपको उत्तर देता है। ആമേ. എന്നാൽ ചില വിഷയങ്ങൾ ചില നാളുകൾ പ്രാർത്ഥിച്ചാലും ദൈവത്തിൽ നിന്ന് ഒരു മറുപടി കിട്ടും. കാത്തിരിക്കുക, കുറെ സമയം കൂടി അതിന് നാം വെയിറ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. कुछ विषय के लिए हम प्रार्थना करते हैं, उसके लिए समय भी लगता है। परमेश्वर क्योंकि समय पर आपको उसकी भी उत्तर देंगे। ആമേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് തന്നെ അതിന് ഒരുപക്ഷെ മറുപടി ലഭിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. हो सकता है प्रार्थना करने का उस वक्त ही उत्तर मिलना मुश्किल हो सकता है। പക്ഷേ ദൈവം അതിനൊരു മറുപടി നമ്മുടെ ജീവിതത്തിൽ തരുവാൻ തന്നെ ഇടയായി തീരും എന്ന് നാം മറന്നു പോകരുത്. परमेश्वर जरूर ही आपकी प्रार्थना का उत्तर परमेश्वर देंगे। ആമേ. വേദപുസ്തകത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. परमेश्वर के धर्मशास्त्र में इस प्रकार की कई उदाहरण पाए जाते हैं।
ആമേ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി താമസിച്ച അനേക കാര്യങ്ങൾ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर की वचन में हम पाए जाते हैं प्रार्थना किया कई विषय को देर लग गया करके भी हम पाए जाते हैं. യേശു വളരെ സ്നേഹിച്ച ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന ലാസർ അസുഖമായി കിടന്ന വിവരം അറിയിച്ചിട്ടും യേശു മിണ്ടാതെ ഇരിക്കുവാനായിട്ടിടയായി. जब लाजर बीमार हो गया, यीशु मसीह को खबर मिला, फिर भी यीशु देर किया है. ആമേൻ ആമേൻ. മറിയയും മാർത്തയും യേശുവിനോട് വളരെയധികം അപേക്ഷിച്ചിട്ടും ഒരു മറുപടി ആ വിഷയത്തിന്റെ മേൽ ലഭിക്കുവാനായിട്ടിടയായില്ല. मार्था और मरियम बहुत विनती किया, फिर भी उस विषय को उत्तर नहीं मिला था. ആമേൻ. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ലാസർ മരിച്ചതിനു ശേഷമാണ് യേശു ആ സ്ഥലത്തേക്ക് വരുവാനായിട്ടിടയായി തീർന്നത്. 3 दिन हो चुका था, 14 दिन लाजर मर चुका था, तब यीशु मसीह उनके घर में आया. ദൈവത്തോട് അവർ പ്രാർത്ഥിച്ചതാണ്, യേശുവിനോട് അവർ യാചിച്ചതാണ്, പക്ഷെ ഒരു മറുപടി അവർക്ക് ലഭിക്കുവാനായിട്ടിടയായി തീർന്നില്ല. लोग यीशु मसीह से प्रार्थना किया, विनती किया, फिर भी कोई जवाब नहीं मिला था. പക്ഷേ യേശു അവന്റെ 4-ാമത്തെ ദിവസം അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവരുടെ മുമ്പിൽ വരുവാനായിട്ടിടയായി. परंतु 14 दिन यीशु मसीह ने प्रार्थना का उत्तर के रूप में उनके पास पहुंच गया. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചില്ലേലും അത് ലഭിക്കുന്നിടം വരെ നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ നമ്മുടെ ദൈവം ഒരു ദിവസം നമ്മുടെ വിഷയത്തിന്റെ മേൽ ഇടപെടുവാനായിട്ടിടയായി. ये सुबह समय मेरे प्यारो, आपकी प्रार्थना विषय कुछ भी हो, आपको जवाब नहीं मिल रहा है, तो आप जवाब मिलने का समय तक इंतजार करिए. ആമേ സ്തോത്രം. ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ദൈവം നമ്മുടെ കരങ്ങളിൽ ആ വിഷയം അനുഗ്രഹമായി തരുവാനായിട്ടിടയാണ്. परमेश्वर के एक समय है, उस समय पर परमेश्वर अद्भुत काम करेंगे. അതുകൊണ്ട് नाम മടുത്തു പോകരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. इसलिए मेरे प्यारो, हम कभी भी प्रेज़ द लॉर्ड क्षमा रहित ना रहे. അതുകൊണ്ട് ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ മുമ്പിൽ വളരെ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ഒരു മറുപടി കിട്ടുന്നില്ലെങ്കിലും ഇന്ന് രാവിലെ മടുത്തു പോകരുത്. കർത്താവ് നിന്റെ വിഷയത്തോട് ചേർന്ന് ഇന്ന് പകൽക്കാലം പ്രവർത്തിപ്പാനായിട്ടിടയായി. प्रभु यीशु मसीह तेरे विषय के लिए आज ही अद्भुत काम करेंगे. എന്നാൽ ചില വിഷയങ്ങൾക്ക് കർത്താവ് നോ എന്ന് പറയുവാനായിട്ടിടയായി. कुछ प्रार्थना विषय को प्रभु नहीं भी बोलता है. അത് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വളരെ ഭാരമുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ അത് കടന്നു പോകേണ്ടതായിട്ട് വരും. हो सकता उस विषय को आपको उत्तर मिलने के बाद बहुत समस्या से आपको गुजरना पड़ सकता है. അത് ഒരുപക്ഷെ നമുക്ക് നല്ലതെന്ന് തോന്നിയാലും സ്വർഗത്തിലെ ദൈവത്തിന് അത് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി തരികയില്ല. हो सकता है आप अपने विषय को बहुत जरूरी समझते होंगे, परंतु प्रभु ये चाहता है उस विषय को मैं उनको उत्तर दूं, परंतु उनके जिंदगी में बड़ी समस्या आ सकता है. നമുക്കറിയാം, ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ആഗ്രഹമുണ്ട് ആ ആ ആ ആ നാളത്തേൽ ഒന്ന് തൊടണമെന്ന് അവനൊരു പക്ഷെ ആഗ്രഹം കാണും. जब एक दिया जलते रहते हैं, छोटे बच्चा को मन में ये लगता है वो दिया को पकड़ने का मन लगता है. പക്ഷേ അറിവുള്ള പിതാവിനറിയാം അത് തൊട്ടാൽ അവന്റെ ജീവിതത്തിൽ അത് അപകടമായി തീരുമെന്ന് ആ പിതാവിന് നല്ലതുപോലെ അറിയാം. पिता को मालूम है उस आग में यदि बच्चा पकड़ेंगे तो उनके लिए समस्या आएंगे करके मालूम है. ആ കുഞ്ഞെത്ര കരഞ്ഞാലും ആ പിതാവ് ആ വിഷയത്തിന്മേൽ അവന് മറുപടി കൊടുക്കത്തില്ല. उस बच्चा कितने भी रो उस बच्ची को पकड़ने के लिए, परंतु पिता उसके लिए अनुमति नहीं देता. ഇതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് നഷ്ടമാകുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി ദൈവം തരത്തില്ല. प्रभु यीशु को मालूम है उस विषय को यदि आपको उत्तर मिले तो आपका जिंदगी में नुकसान का कारण हो जाएगा, इसलिए कई प्रार्थना विषय का प्रभु उत्तर नहीं देता. നമുക്ക് ഇന്ന് വരെയുള്ള ഈ നിമിഷം വരെയുള്ള വിഷയങ്ങളെ നമുക്കറിയത്തുള്ളൂ. അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കാർക്കും മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. अभी तक जो भी है बातें वर्तमान की हम जानता है, भविष्य में क्या होने वाला है हम नहीं जानते हैं. അതറിയാവുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അവനാണ് നമ്മൾ ആരാധിക്കുന്ന സർവശക്തനായ ദൈവം.
वही जानने वाला एक ही व्यक्ति है, वो सर्वशक्तिमान परमेश्वर है। നാളെ എനിക്ക് എന്തു വേണം എന്നുള്ളത് അറിയാവുന്നത് അവന് മാത്രമേ ഉള്ളൂ. അതിനനുസരിച്ച് അവൻ നമുക്കൊരു മറുപടി कल തരുവാനായിട്ടിടയായി. हमें क्या जरूरत है वो जानने वाला हमारे यीशु है, उसके अनुसार ही आपको उत्तर देता है। യേശുവിന്റെ ഏറ്റവും അടുത്ത ഒരു ശിഷ്യനായിട്ടുള്ള ഒരു വ്യക്തി, ഒരു അപ്പോസ്തോലനായിരുന്നു പൗലോസ് എന്ന് പറയുന്ന വ്യക്തി. यीशु मसीह के एकदम करीब में एक व्यक्ति था, प्रेरित पौलुस। പൗലോസ് ദൈവത്തോട് 3 വട്ടം പ്രാർത്ഥിച്ചു, എന്റെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം തരണമെന്ന്. पौलुस 3 बार परमेश्वर से विनती किया, प्रभु मेरी इस समस्या से मुझे छुटकारा दे। ആമേൻ. അനേക പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുന്ന വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. प्रेरित पौलुस बहुत लोगों को चंगाई दिलवाने वाला व्यक्ति थे। പക്ഷെ തന്റെ ജീവിതത്തിലുള്ള ഒരു പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി ദൈവത്തോട് പലവട്ടം പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. अपने शरीर की एक समस्या के लिए वो प्रभु से विनती किया, कई बार विनती किया, പക്ഷെ परंतु प्रभु ने പക്ഷെ ദൈവം അവനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണെന്ന് കർത്താവ് മറുപടി കൊടുക്കുവാനിടയായി. प्रभु यीशु मसीह ने प्रेरित पौलुस से कहा, मेरा अनुग्रह तेरे लिए काफी है। ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല, പക്ഷെ പ്രാർത്ഥനയിൽ ആ വിഷയത്തിന്റെ മേൽ ജയിക്കാനുള്ള ദൈവകൃപ പൗലോസിന്റെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടിടയായി. मेरे प्यारो, उस समस्या का उत्तर नहीं मिला, परंतु उस समस्या के ऊपर जय पाने का अनुग्रह पौलुस को मिल गया। അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും ആ വിഷയത്തെ ജയിക്കാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് പകരുവാനായിട്ടിടയായി തീരും. हो सकता है आपकी प्रार्थना का उत्तर नहीं मिलेंगे, तो भी मेरे प्यारो वो समस्या को उस पर पार होने के लिए, जय पाने के लिए परमेश्वर का अनुग्रह प्रभु आपको देंगे। അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിച്ചാൽ ആ വിഷയത്തിന് മറുപടി തരാമെന്നല്ല കർത്താവ് പറഞ്ഞത്. എല്ലാ സമാധാനം കൊണ്ട്, ആ വിഷയത്തിന്റെ മേൽ ദൈവിക സമാധാനം കൊണ്ട് ഞാൻ നിങ്ങളെ നിറച്ചുകൊള്ളാമെന്നാണ് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുന്നത്. प्रभु यीशु मसीह ने यही वायदा किया है, मैं अपने शांति तुम्हें देता हूं, अपने अनुग्रह से मैं तुम्हें भरूंगा। ആ വിഷയത്തിന്റെ മേൽ എന്ത് സമാധാനമാണ് നമുക്ക് ആവശ്യമുള്ളത്, ആ വിഷയത്തിൽ ഒരു സമാധാനം ആ വിഷയത്തിലൂടെ ദൈവം നമുക്ക് തരുവാനായിട്ടിടയായി. हमारे विषय के ऊपर परमेश्वर अपने अनुग्रह को देकर हमें आगे बढ़ाएंगे। അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നമ്മൾ ആരും തളർന്നു പോകരുത്. പ്രാർത്ഥനയിൽ മുമ്പോട്ട് പോകുവാനായിട്ടിടയായി തീരണം. इसलिए मेरे प्यारो, हम कभी नर्वस नहीं होना है, हमें कमजोर नहीं होना है, हम अपनी प्रार्थना जीवन में आगे बढ़ते जाना है। യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയ്ക്ക് പോലും പിതാവായ ദൈവം മുഖം മറച്ചു കളഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. बाइबल में हम पाए जाते यीशु मसीह के प्रार्थना को भी पिता ने मुंह फिर लिया करके हम दिखता है। ഗത്സമനയിൽ യേശു ചെന്നിരിക്കുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ നീ എന്റെ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണേ എന്ന് യേശു ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. जैतून पहाड़ पर यीशु मसीह ने प्रार्थना की, प्रभु एक कटोरा हटा दे, मुझसे हटा दे, परंतु परमेश्वर ने मुंह फिर लिया। പക്ഷെ ദൈവം പറഞ്ഞു, യേശു പറഞ്ഞത്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിക്കുവാനിടയായി. आखिरी में यीशु ने कहा, मेरी इच्छा नहीं आपका इच्छा ही पूरी होने दे। പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ല. കാരണം ഒരു വലിയ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ കഷ്ടം അനുഭവിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് പിതാവായ ദൈവത്തിന് ഇഷ്ടമുള്ളതായിരുന്നു. पिता परमेश्वर को मालूम है इस संसार के पापों की छुटकारे के लिए, मोक्ष के लिए अपने पुत्र का कुर्बान जरूरी है, पिता को मालूम थे। അതുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥന പിതാവ് കേട്ടില്ലെങ്കിലും സ്തോത്രം, കർത്താവ് പ്രാർത്ഥിച്ചു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ ഈ പ്രാർത്ഥനയിലൂടെ നിറവേറണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. प्रभु यीशु मसीह की प्रार्थना को पिता ने अनसुनी किया है, परंतु यीशु ने कहा, पिता मेरी इच्छा नहीं आपका इच्छा पूरी हो जाए। നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ ഒരു കാര്യം ഉരുവിടണം, കർത്താവേ
എന്റെ ഇഷ്ടമല്ല, ഈ വിഷയത്തിൽ ദൈവ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീരും. हमारी प्रार्थना में हमें ये बातें बोलना है, प्रभु मेरी इच्छा नहीं, आपकी इच्छा ही पूरी होने दे. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ നമ്മൾ പലപ്പോഴും യാചിക്കാറുണ്ട്. कई बार हमें अपने हमारी जो भोग में हमें खर्चा करने के लिए हम कई बार हम प्रभु से विनती करते हैं. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവഹിതം ഇന്നതെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ടിടയായിത്തീരും. यदि हम आत्मा में प्रार्थना करेंगे तो परमेश्वर की इच्छा क्या है ये हम पहचानेंगे. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. कई बार हम अपने बुद्धि से भी प्रार्थना कर सकते हैं. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ആത്മാവിൽ നാം പ്രാർത്ഥിക്കുവാനായിട്ടിടയായിത്തീരണം. परमेश्वर का वचन हमें ये बातों को सिखाते हैं, हमें आत्मा में प्रार्थना करना है. കാരണം ആത്മാവാണ് നമ്മെ ആ വിഷയത്തിന് വേണ്ടി പ്രേരിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തുകൊണ്ട് ചെല്ലുവാനിടയായിത്തീരുന്നത്. आत्मा हमें उत्साहित करते हुए हमें परमेश्वर का नजदीक में प्रार्थना को लेके आता है. പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിന്റെ ഒരു സാന്നിധ്യം നാം അനുഭവിക്കുവാനിടയാകും. प्रार्थना के समय परमेश्वर की उपस्थिति हम महसूस करता है. ആമേൻ. ആത്മാവിന്റെ ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. आत्मा की अगुवाई हो तो आत्मा में हम प्रभु की इच्छा के अनुसार हम प्रार्थना कर सकते हैं. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എത്ര സമയമെന്നുള്ളതൊന്നും നാം ചിന്തിക്കുവാനിടയായി തീരത്തില്ല. अब ऐसी प्रार्थना करेंगे, खुदा की उपस्थिति में कितना टाइम समय हमने बिताया हमको पता भी नहीं चलेंगे. ആ ദൈവസന്നിധിയിൽ നാം അപ്പോൾ ഒരു പോരാട്ടത്തിൽ നാം ആയിരിക്കുകയാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. हम आत्माओं में युद्ध कर रहा था करके हमें मालूम पड़ जाते हैं. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആത്മീയ പോരാട്ടക്കളത്തിലാണ് നാം നിൽക്കുവാനിടയായിത്തീരുന്നത്. जो प्रार्थना एक रणभूमि में हम लड़ रहा है. ആമേൻ. നാം മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചില അന്ധകാരത്തിന്റെ ശക്തികൾ തകർന്നു പോകുന്നത് കാണുവാനായിട്ട് കഴിയും. हम घुटने टेक के प्रार्थना करते समय कई अंधकार की ताकत नष्ट होते हुए आप आत्मा में देखेंगे. ചില ബന്ധനങ്ങളെ പൊട്ടിമാറുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. कई अन्याय से बंधा हुआ बंधन टूटते हुए आप देखेंगे. ആമേൻ. ചില പ്രതിസന്ധികൾ മാറിപ്പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. कई समस्या हटते हुए आप देखेंगे. ചില അനർത്ഥങ്ങൾ മാറിപ്പോകുന്നത് കാണുവാനായിട്ട് കഴിയും. कई दुर्घटना दूर होते हुए आप देखेंगे. ചില ശത്രുക്കൾ പദ്ധതിയിടുന്ന ചില പദ്ധതികൾ പൊളിഞ്ഞു പോകുവാനായിട്ടിടയായിത്തീരും. शत्रु का जो योजना और षड्यंत्र और दूर होते हुए आप देखेंगे. രാജ്യത്തിന്റെ നിയമം പോലും മാറ്റി എഴുതത്തക്ക വിധത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. राज्य का जो सरकार के नियमों को भी बदलने का ताकत रखते हैं प्रार्थना में. നീ ഇരിക്കുന്ന നിന്റെ മുറിക്കകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ സ്ഥലത്ത് വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. परमेश्वर को उपस्थिति आपकी प्रार्थना कमर में उतर कर जहां जहां परमेश्वर छुटकारा को भेजना शुरू करता है. നിന്റെ പ്രാർത്ഥന മുറി ഒരു പവർ ഹൗസ് ആയിട്ട് മാറ്റപ്പെടുവാനായിട്ടിടയായിത്തീരും. आपकी प्रार्थना का रूम एक पावर हाउस बन जाए. ആമേൻ. അനേക സ്ഥലങ്ങളിലേക്ക് അതിന്റെ പ്രവർ ചെല്ലുന്ന രീതിയിലേക്കുള്ള ഒരു ആത്മീയ പോരാട്ടത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന മാറ്റപ്പെടണം. बहुत जगहों में उस सामर्थ पहुंचने वाला एक प्रार्थना का कमरा आपका जो घर को बनाना है. ആമേൻ. മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴേയും ഒരു ആത്മീയ സാന്നിധ്യത്തിന്റെ നിറവിനകത്തിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. घुटने टेक के प्रार्थना आप करते हैं, परमेश्वर को उपस्थिति आपके कमरे में हो जाते हैं. ഇന്ന് രാവിലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ നമ്മൾ ഇരിക്കുന്നിടത്തു നിന്ന് കാണുവാനായിട്ട് കഴിയാൻ പോകും. आज आपका जीवन में प्रार्थना का एक शुरुआत होने दी.
പിശാചി ഇതുവരെ മതി എന്ന് പറഞ്ഞ് അതിരിട്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെ തകർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും. और मेरे प्यारो शैताने बस इतना इतना हो जाएगा बोलकर आपकी आशीषों को रोकते हैं। आपकी प्रार्थना के द्वारा उस बंधन तोड़ सकता है। പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം ശക്തിയാണ് ദൈവസന്നിധിയിൽ ഉള്ളതെന്ന് നാം മറന്നു പോകരുത്. प्रार्थना इतना सामर्थ्य है करके आज आपको महसूस करना है। ഏത് അഴിയാത്ത ബന്ധനങ്ങളും പ്രാർത്ഥനയ്ക്കകത്ത് അഴിഞ്ഞു മാറിപ്പോകും. जो ना टूटने वाले सारी बंधन आपकी प्रार्थना में टूटना शुरू हो जाएगा। നാം ഇരിക്കുന്ന ഇടത്തു നിന്ന് പ്രാർത്ഥന തുടങ്ങിയാൽ കിലോമീറ്ററുകൾക്കപ്പുറം രാജ്യങ്ങൾക്കപ്പുറം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തുടങ്ങും. आप जहां बैठे वहां से कितने भी किलोमीटर दूर में हो वहां भी परमेश्वर काम करेंगे। സ്തോത്ര. ദൈവസന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ തന്നെ ഒരു പക്ഷെ അവിടെ ചെന്ന് നമുക്കൊരു വിടുതൽ കൊടുക്കുവാൻ ഒരു മനുഷ്യർക്കും കഴിയാതിരിക്കുമ്പോൾ നീ പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം തന്റെ ദൂതനെ ഇറക്കി വിടുവിക്കുവാനായിട്ട്. हजारों किलोमीटर दूर में हो प्रेज़ आपको जाना मुश्किल है, परंतु आपकी प्रार्थना कमर के अंदर से वो काम करके आ जाएंगे। സ്തോത്രം. ഏതു രാജ്യത്തിന്റെ നിയമം അവനെ ബന്ധിച്ചിരുന്നെന്ന് പറഞ്ഞാലും ആ ബന്ധനത്തെ പോലും അഴിക്കുവാൻ കഴിവുള്ളവനാണ് സർവത്തിന്റെ അധികാരിയായ നമ്മുടെ കർത്താവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നു. कोई भी राज्य का नियम कानून हो परंतु उसको बदलने वाला ताकत है प्रार्थना के अंदर। ദൈവജനത്തിനു വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി ഒരു നിയമത്തെ പോലും മാറ്റി എഴുതിയ അനുഭവങ്ങൾ പ്രാർത്ഥനയുടെ മുമ്പിൽ ഉണ്ടെന്നുള്ളത് ഓരോരുത്തരും അനുഭവിക്കുന്ന परमेश्वर के लोगों का विरुद्ध में जो राजा ने बनाया हुआ सारी कानून को बदल डाला है प्रार्थना के सामने। സ്തോത്രം. ദൈവജനത്തെ മുഴുവനും കൊന്നുമുടിക്കണമെന്ന് നിയമം വെച്ചാലും പ്രാർത്ഥനയുടെ മുൻപിൽ അതിനെ മാറ്റി എഴുതുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. परमेश्वर के लोगों को मार डालेंगे करके नियम बनाया है उसको भी बदला है प्रार्थना। പാർസ്യരുടെയും മേദ്യരുടെയും സ്തോത്ര നിയമം ഒരിക്കലും മാറ്റുവാൻ കഴിയത്തില്ല. പക്ഷെ പ്രാർത്ഥനയുടെ മുമ്പിൽ സകല നിയമങ്ങളും മാറ്റി എഴുതുവാനായിട്ടിടയാണ്. पार्श्य और मेद्य का जो शासन है कभी बदल नहीं सकता, परंतु प्रार्थना उसको भी बदल डालता है। ഇന്ന് രാവിലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിനകത്തെ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരൊറ്റ വിഷയമേ ഉള്ളൂ. മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക, വിഷയത്തിന്റെ മേൽ ദൈവം ഇടപെടുവാനായിട്ട് തുടങ്ങും. आज प्रभु की उपस्थिति में आयो, आप घुटना टेकना शुरू करो, आपकी सारी समस्याएं टूट जाएगा। നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടുമാണെന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. हमारे मल्ल युद्ध मांस और लोगों से नहीं, अंधकार की ताकतों से, दुष्टात्मा सेना से, जो आकाश मंडल में जो काम करते उनके साथ में है। ദൈവത്തിന്റെ വചനം നമുക്കൊന്ന് വായിച്ച് എഫെസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. एफेसियों का पत्रिका 6वां अध्याय उसकी 12 वाक्य को हम पढ़ेंगे। നമുക്ക് പോരാട്ടമുള്ളത് क्योंकि हमारा यह मल्ल युद्ध लोगों और मांस से नहीं, परंतु प्रधानों से और अधिकारियों से और इस संसार के अंधकार के हाकिमों से और उस दुष्ट की आत्मिक सेनाओं से है जो आकाश में है। സ്തോത്രം. നമ്മുടെ പോരാട്ടമുള്ളത് ഈ ലോകത്തുള്ള ഏതെങ്കിലും മനുഷ്യരോടല്ല, അവരിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ചില പൈശാചിക ശക്തികളോടാണ്. क्योंकि हमारा मल्ल युद्ध किसी मनुष्य से नहीं है। നിന്റെ നന്മയെ മുടിച്ചു കളയുന്ന, നിന്റെ അനുഗ്രഹത്തെ മുടിച്ചു കളയുന്ന, നിന്നെ മുന്നോട്ട് നയിക്കാതിരിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളുടെ മേലാണ് നമുക്ക് പോരാട്ടമുള്ളത്. तेरे आशीष को, तेरे बरकत को रोकने वाली उस अंधकार शक्ति शैतान से है हमारी लड़ाइयां। നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ജഡികമായ ഏതെങ്കിലും വിഷയങ്ങളല്ല, അതിലപ്പുറമായി ആത്മീയമായ ഒരു പോരാട്ടമാണ്. हमारे आत्मिक एक युद्ध है, प्रेज़ द लॉर्ड। संसारिक जो है, शारीरिक नहीं, आत्मा में युद्ध है।
ആമേൻ. അതിനാണ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അവൻ ആത്മീയമായ ഒരു പോരാട്ടം ആത്മീയ ലോകത്ത് നടക്കുവാനായിട്ടിടയായിത്തീരും. यदि हम परमेश्वर की चरणों में घुटना टेकेंगे, आत्मिक युद्ध शुरू हो जाएगा। ഇന്ന് രാവിലെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ ഒരു അനുഭവത്തിലേക്കാണോ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നത്? आपसे मैं पूछना चाहता हूं, ऐसे का अनुभव में, प्रार्थना अनुभव में आप आ गए क्या? ആമേൻ. ദൈവസന്നിധിയിൽ അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുവാനായിട്ട് തുടങ്ങാം. मेरे प्यारो, ऐसे प्रार्थना आप अपने जीवन में शुरुआत करिए। ആമേൻ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടിയൊക്കെ നാം ദൈവസന്നിധിയിൽ ഇരുന്ന് ആമേൻ ആത്മീയ പോരാട്ടത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. हमारे परिवार को सदस्यों के लिए, हमारे परिवार के लिए हम एक आत्मिक युद्ध करने का जरूरत है। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്തോത്രം, പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ടെന്നുള്ളത് നാം മറന്നു പോകുവാനിടയായി തീരരുത്. आज सुबह परमेश्वर को उपस्थिति में बैठना प्यारो, प्रार्थना बड़ी ताकतवर है। ആമേൻ. ചില വാഴ്ചകളോടും അധികാരങ്ങളോടും കൂടിയാണ് നാം ദൈവസന്നിധിയിൽ എതിർത്ത് നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീരുന്നത്. ओ मेरे प्यारो, अंधकार की हाकिम और उस दुष्ट के आत्मिक सेना से है हमारे युद्ध। അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ളതായ ഒരു ആയുധമാണ് ദൈവത്തോടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. इसलिए मेरे प्यारो, शैतान से लड़ने का सबसे बड़ा हथियार है प्रार्थना। യുദ്ധസമയത്ത് ഒരു വ്യക്തി നിൽക്കുമ്പോൾ അത്രമാത്രം സൂക്ഷ്മതയോടെ വേണം, നിന്നുകൊണ്ട് വേണം യുദ്ധം ചെയ്യുവാനായിട്ടിടയായിത്തീരും. जो व्यक्ति युद्ध रणभूमि में है, बहुत ध्यान से उसको युद्ध करना जरूरी है। അതുപോലെയാണ് പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോൾ അത്രമാത്രം സൂക്ഷ്മതയോട് വേണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനായിട്ട്. प्रार्थना में प्रेस द लॉर्ड, घुटने टेकने वाला प्यारो, बहुत ध्यान से आपको लड़ना है। നാം ആത്മീയ ലോകത്തിൽ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. अब आत्मिक जो वातावरण में हम एक युद्ध कर रहा है। നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ തന്നെ ചില മണ്ഡലങ്ങൾ ഇളകുവാനായിട്ട് തുടങ്ങും. प्रार्थना के लिए आप घुटने टेकते हैं, अंधकार का जो वातावरण हिल जाते हैं। നിന്നെ കണ്ട് പിശാച് പേടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുവാനായിട്ട്. आपको देखकर शैतान डरने का जो उपस्थिति में आप पहुंचना है। നീ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള പൈശാചിക ശക്തികൾ ഇളകുവാനായിട്ട് തുടങ്ങും. आप जहां पहुंचते हैं, वहां का अंधकार की ताकत हिलना शुरू हो जाते हैं। ആമേൻ. പിശാച് ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ചില മണ്ഡലങ്ങളെ അഴിക്കാനുള്ള ദൈവിക അധികാരം പ്രാർത്ഥനയിലൂടെ നാം പ്രാപിക്കുവാനായിട്ട് കഴിയും. शैतान की सारी बंधन को तोड़ने का अधिकार परमेश्वर ने आपको दिया है। ആമേൻ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന അത്രമാത്രം ദൈവിക സാന്നിധ്യമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. आपके ऊपर उंडेला गया परमेश्वर की सामर्थ्य है। ആമേൻ. നീ കരം വെക്കുമ്പോൾ രോഗത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് കാണുവാനായിട്ട് കഴിയും. आप जब हाथ लगाते हैं, जो बीमारी के बंधन टूट जाते हैं। ഭൂതങ്ങൾ അവൻ ഒഴിഞ്ഞു പോകുന്നത് കാണുവാനായിട്ട് കഴിയും. दुष्ट आत्मा चिल्लाते हुए, भगते हुए आप देखेंगे। നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരു ശക്തിയും കാണത്തില്ലെന്ന് പകൽ നാം മറന്നു പോകും. आपके प्रार्थना के सामने घुटने टेकने वाला हर एक ताकत घुटना टेकेंगे। ആമേൻ. ഇന്ന് രാവിലെ മുട്ടുമടക്കാൻ എത്ര പേര് തയ്യാറാണ്? आज सुबह समय कितने लोग घुटना टेकने के लिए तैयार हैं? അതുകൊണ്ട് കർത്താവ് പറഞ്ഞ മനുഷ്യനിൽ ആശ്രയിക്കാൻ പോകരുത്. इसलिए यीशु ने कहा, तू मनुष्य पर आश्रय मत करो। സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലേക്ക് നീ ആശ്രയം വെക്കാൻ പോകരുത്. जो सहायता नहीं कर सकते, ऐसे इंसान पर भरोसा ना करो। നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നീ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാവിലെ മറന്നു പോകാനിടയാകും. और तेरे जीवन के सामने प्रेज द लॉर्ड, अद्भुत काम करने वाला प्रभु की उपस्थिति में चला जाए। ആമേൻ. ഇന്ന് രാവിലെ മുതൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുവാൻ ദൈവസന്നിധിയിൽ ഇടയായി തീരും. आज सुबह से आपकी प्रार्थना जीवन में एक बदलाव आने दे। ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുവാൻ തയ്യാറാകണം.
जीवन का हर प्रतिसंधि में प्रार्थना करने के लिए हम तैयार होना है। അതിനുവേണ്ടി പല വിഷയത്തിനു വേണ്ടി പരിഹാരം തേടുന്നതിന് മുൻപ് നീ ദൈവപാദപീഠത്തിൽ ഒന്ന് മുട്ടുമടക്കാൻ തയ്യാറായാൽ മതി. और हर एक समस्या के सामने प्रभु की उपस्थिति में घुटने टेकने के लिए आप तैयार हो जाए। അവിടെ നിന്ന് നിനക്ക് ആലോചന പ്രാപിച്ച് അതിന്റെ മേൽ ജയമെടുപ്പാനുള്ള ആലോചന അവൻ അവിടെ നിന്ന് തരുവാനായിട്ടിടയായി. प्रभु की ओर से आपकी आवाज आएंगे, आप प्रभु आपका अगुवाई करेंगे, आप उस अंधकार की जो वातावरण को आप तोड़ सकते हैं। നീ ഏത് വഴിയിലേക്ക് തിരിയണമെന്നുള്ള ആലോചന നിന്റെ പുറകിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുവാനായിട്ടിടയായി. और जब आप जिस मोड़ में पहुंचते हैं, प्रभु आपकी अगुवाई करेगा, बेटी इधर से जाओ। ആമേൻ. ഇന്ന് രാവിലെ ആ ശബ്ദം കേൾക്കുവാനായിട്ട് എത്ര പേര് ദൈവസന്നിധിയിൽ തയ്യാറായിട്ട് आज प्रभु की आवाज सुनने के लिए कितने लोग तैयार है? अपने हाथ उठाइए। ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ കർത്താവ്. आज अपने जीवन को खुदा के हुजूरी में समर्पण करिए। എന്റെ പ്രാർത്ഥനയ്ക്കൊരു വലിയ മാറ്റം ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. आपका प्रार्थना में प्रभु मुझे मेरी प्रार्थना को उत्तर दे। നിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ വ്യത്യാസം നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കുവാനായിട്ട് കഴിയും. और आपकी प्रार्थना जीवन को खुदावंद बदल डालेंगे। നിന്റെ ജീവിതത്തിന്റെ സ്തോത്രം ആമേൻ പ്രതിസന്ധിയെ മാറ്റി അതിനകത്ത് നന്മ തരുവാനും എന്റെ ദൈവത്തിന്റെ പ്രാർത്ഥനയിലൂടെ കഴിയും. आपका जिंदगी का समस्या को हटाकर परमेश्वर आपको प्रतिफल देने वाला है। മരണത്തിന്റെ മേലുള്ളതായ നീക്കുപോക്ക് പോലും സ്വർഗ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ മാറുവാനായിട്ടിടയായി തീരും. और मृत्यु के तराई में हो तो भी परमेश्वर उसको बदल डालने वाला परमेश्वर है। ഒത്തിരി ഉദാഹരണങ്ങൾ തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട്. परमेश्वर के धर्मशास्त्र में उसके लिए कई उदाहरण पा जाते हैं। പക്ഷെ ഇന്ന് രാവിലെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. मैं अपने शब्द को यहाँ विराम करते हैं। ഇന്ന് രാവിലെ എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിപ്പാനിടയാകട്ടെ. आइए हम सब लोग परमेश्वर को उपस्थिति में अपने जीवन को समर्पण करते हुए प्रार्थना करेंगे। ഞാനൊരു ആത്മീയ പോരാട്ടത്തിൽ പ്രാർത്ഥനയുടെ മുമ്പാകെ ഞാൻ നിൽക്കുകയാണ്. प्रभु मैं एक आत्मिक युद्ध के लिए मैं प्रार्थना के लिए तैयार हो रहा हूँ। എന്നെ അതിനായിട്ട് ദൈവം ഒന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. उसके लिए प्रभु मुझे बल दे। എന്റെ ചുറ്റുപാടുമുള്ള അനേക പ്രിയപ്പെട്ടവർ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവരെ പോയി വിടുവിക്കുവാനുള്ള ഒരു ആത്മീയ ശക്തി എന്റെ മേൽ പകരണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിപ്പാനിടയായി തീരട്ടെ. प्रभु से हम प्रार्थना करें, मेरे चारों तरफ शैतान के बंधन में जकड़े हैं, उनको आजाद करने के लिए मुझे सहायता कर। കഴിഞ്ഞ നാളുകളില് ഞാനും ബന്ധിക്കപ്പെട്ട് കിടന്നിരുന്നു. ചില ദൈവമക്കൾ പ്രാർത്ഥിച്ചതിന്റെ ഫലമാ ആ ബന്ധനത്തിൽ നിന്ന് ഞാൻ അഴിഞ്ഞു മാറുവാനായിട്ടിടയായി. मैं भी एक बंधन में पड़ा था, परंतु बहुत परमेश्वर के दास लोग मेरे लिए प्रार्थना किया, उस बंधन से मैं आजाद हो गया। അതുപോലെ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ ദൈവം ഒരു കൃപ തരണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുവാനിടയായി. आज सुबह प्रार्थना करते समय प्रभु बहुत लोगों को उस बंधन से आप आजाद कर दीजिए। കർത്താവേ, എന്റെ ജീവിതത്തിന്റെ മുമ്പിൽ അനേക പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. ദൈവമേ, നിന്റെ ഹിതപ്രകാരമുള്ള മറുപടി എന്റെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി. प्रभु मेरे कई प्रार्थना विषय है, उसके ऊपर आप मेरे जीवन में अद्भुत काम कर। എന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ഈ ദിവസങ്ങളിൽ തരുമാറാകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. प्रभु ये दिनों में मेरे जीवन को बदल डालना प्रभु। ഇന്ന് രാവിലെ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. आज वचन सुना हुआ प्रत्येक एक लोगों को परमेश्वर बहुत आशीष दे। ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് വരാനുള്ള സമയം ഏറ്റവും അടുത്തു. നാം ദൈവസന്നിധിയിൽ പിന്നെയും ബലപ്പെട്ടിരിപ്പാൻ ദൈവം കൃപ നൽകുമാറാകട്ടെ. परमेश्वर आप सबको आशीष दे, परमेश्वर और आपको बल और ताकत दे। അങ്ങനെ അവസരം തന്ന ദൈവദാസനോട് പ്രിയപ്പെട്ട നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. वचन बोलने के लिए परमेश्वर ने अनुग्रह किया। आप परमेश्वर आप सबको बहुत आशीष देवे। आमेन, आमेन।